തമിഴ്നാട്ടിൽ ട്രെയിൻ അട്ടിമറി ശ്രമം. ഈറോഡ് ചെന്നൈ ഏർക്കാട് എക്സ്പ്രസ് ട്രെയിനാണ് അട്ടിമറിക്കാൻ ശ്രമിച്ചത്. ട്രാക്കിൽ ഇരുമ്പ് കമ്പി കയറ്റിവെക്കുകയായിരുന്നു. ലോക്കോ പൈലറ്റ് ട്രെയിൻ പെട്ടെന്ന് നിർത്തിയതിനാൽ അപകടം ഒഴിവായി. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. മുഹമ്മദ് റഹീസ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം എവിടെ വരെ എത്തി? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്നലെ രാത്രി 9:10 കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഈ ചെന്നൈ ഏർക്കാട് എക്സ്പ്രസ് ട്രെയിൻ ഒരു അട്ടിമറി ശ്രമം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി സേലം മകുടൻചാവടി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. പെട്ടെന്ന് ഈ ഇരുമ്പ് കമ്പി മുഹമ്മദ് റഹീസാണ് വാർത്തയുടെ തമിഴ്നാട്ടിലാണ് ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമം ഉണ്ടായത്. ഈറോഡ് ചെന്നൈ ഏർക്കാട് എക്സ്പ്രസ് ട്രെയിനാണ് അട്ടിമറിക്കാൻ ശ്രമിച്ചത്. റെയിൽവേ ട്രാക്കിൽ ഇരുമ്പ് കമ്പി കയറ്റിവെക്കുകയായിരുന്നു. മുഹമ്മദ് റഹീസ് തുടരുന്നുണ്ട്. റഹീസ്, പറയൂ. ഉന്മേഷ്, അത്തരത്തിൽ ഈ ഒരു ട്രെയിൻ സേലം മകുടൻചാവടി സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെടുന്നത്. ട്രെയിനിന്റെ എഞ്ചിൻ തകരാറിലായിരുന്നു. പുതിയ എഞ്ചിൻ എത്തിച്ചതിന് ശേഷം ഏതാണ്ട് 2 മണിക്കൂറിന് ശേഷമാണ് യാത്ര തുടർന്നത്. പെട്ടെന്ന് ട്രാക്കിൽ എന്തോ ഉണ്ട് എന്ന് ലോക്കോ പൈലറ്റിന് മനസ്സിലായി. അതൊരു ചെറിയ വസ്തുവല്ല, മറിച്ച് ട്രെയിൻ അപകടത്തിൽ പെടുത്താൻ പോകുന്ന അത്രയ്ക്ക് ഭാരമുള്ള വസ്തുവാണ് എന്ന് ലോക്കോ പൈലറ്റിന് മനസ്സിലായി. അങ്ങനെ ഇദ്ദേഹം പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് ഇരുമ്പ് കമ്പി, അത് സാമാന്യം നല്ല ഭാരമുള്ള വലിയ ഇരുമ്പ് കമ്പി വച്ചിരിക്കുന്നതായി കണ്ടെത്തിയത്. അങ്ങനെ ഉടൻ തന്നെ വിവരം അറിയിച്ചു, കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചു. അധികൃതരൊക്കെയും എത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഒഴിവായത് വൻ ദുരന്തമാണ് എന്ന് തന്നെ റെയിൽവേ അധികൃതർ സമ്മതിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചു. സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ റെയിൽവേ ട്രാക്കിൽ തന്നെ ഉപയോഗിക്കുന്ന ഭാരമേറിയ കമ്പിയാണ് ഇത്തരത്തിൽ കുറുകെ വെച്ചത്. അതായത് ട്രാക്കിന് കുറുകെ വെച്ച് ഒരു അപകടം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഈ ഒരു ട്രെയിനിൽ ഈ 3 സിറ്റിംഗ് ജഡ്ജിമാരടക്കം, ഹൈക്കോടതി ജഡ്ജിമാരടക്കം ഈ ഒരു ട്രെയിനിൽ ഉണ്ടായിരുന്നു. റിട്ടയർഡ് 2 ജഡ്ജിമാരടക്കം ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഹൈക്കോടതി ഇന്ന് രാവിലെ ഈ ഒരു വിഷയം പരിഗണിക്കുകയും ചെയ്തു. അങ്ങനെ മദ്രാസ് ഹൈക്കോടതി ഒരു പ്രത്യേക റിപ്പോർട്ട് കൂടി വിഷയത്തിൽ എന്തായാലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വലിയ അപകടമാണ് ഒഴിവായത്. ഭാഗ്യവശാൽ എന്തായാലും ട്രെയിനിന്റെ ബോഗികളൊന്നും വേർപെട്ടില്ല. അട്ടിമറി ശ്രമം എന്നുള്ള തരത്തിൽ തന്നെയാണ് റെയിൽവേയുടെ അന്വേഷണം പുരോഗമിക്കുന്നത്. ഉന്മേഷ്.